ഭഗവത്ഗീത സാംഖ്യയോഗത്തിലെ 32-ാമത്തെ ശ്ലോകം. എതിർച്ചയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിന ക്ഷത്രിയപാർത്ത ലഭന്തേ യുദ്ധമീദൃശ്യം. യാദൃച്ഛയാ തുറക്കപ്പെട്ട ഒരു സ്വർഗ കപാടം പോലെയാണ് ഈ യുദ്ധം. ഹേ പാർത്ത, ഭാഗ്യവാന്മാരായിട്ടുള്ള ക്ഷത്രിയന്മാർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ധർമ്മയുദ്ധം ലഭിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു ക്ഷത്രിയൻ എന്ന നിലയിൽ അർജുനൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്നാണ് കൃഷ്ണൻ ഇവിടെ പറയുന്നത്. യാദൃച്ഛ്യ വന്നു ചേരുന്ന യുദ്ധം, ഇങ്ങോട്ട് വന്നു ചേരുന്ന യുദ്ധം ഒരു ക്ഷത്രിയനെ സംബന്ധിച്ച് ഭാഗ്യം കൊണ്ട് വന്നു ചേരുന്നതാണ്. അർജുനൻ അങ്ങോട്ട് പോയി ചെയ്യുന്നതല്ല ഈ യുദ്ധം, നിവൃത്തികേട് കൊണ്ട് വന്നു ചേർന്നതാണ്. യുദ്ധം ഒഴിവാക്കാൻ അർജുനൻ പരമാവധി ശ്രമിച്ചതാണ്, എന്നിട്ടും ഒഴിവായില്ല. അങ്ങനെ വന്നു ചേർന്ന യുദ്ധമായതുകൊണ്ടാണ് കൃഷ്ണൻ ഇങ്ങനെ പറയുവാൻ കാരണം. യുദ്ധത്തിൽ ജയിച്ചാൽ സുഖസമൃദ്ധിയോടുകൂടിയ രാജ്യം അനുഭവിക്കാം. ഇനി യുദ്ധത്തിൽ മരിക്കുകയാണെങ്കിൽ സ്വർഗസുഖം അനുഭവിക്കാം. ഇനി യുദ്ധം ചെയ്യാതെ പേടിച്ച് പിന്മാറി ഓടുകയാണെങ്കിൽ അപകീർത്തിക്ക് അത് കാരണമാകും. ഒരു ക്ഷത്രിയനെ സംബന്ധിച്ച് അത് നരകതുല്യമാണ്, നരകത്തേക്കാൾ ഭയാനകമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ യുദ്ധക്കളത്തിൽ ഇങ്ങനെയൊരു വാക്ക് പറയുവാനിടയായിട്ടുള്ളത്. ഒരു യോദ്ധാവിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള യുദ്ധം സ്വർഗതുല്യമാണെന്നാണ് കൃഷ്ണൻ ഇവിടെ പറയുന്നത്. ഭയം കൊണ്ടോ സ്വാർത്ഥത കൊണ്ടോ അസ്ഥാനത്തുള്ള ദയ കൊണ്ടോ ഒരു ക്ഷത്രിയൻ തൻ്റെ കർത്തവ്യത്തിൽ നിന്നും പിന്മാറാൻ പാടുള്ളതല്ല. ഒരു ക്ഷത്രിയൻ തൻ്റെ കഴിവ് തിരിച്ചറിയുന്നത് ഒരു പ്രതികൂല സാഹചര്യത്തിൽ അല്ല അവസരങ്ങൾ വരുമ്പോഴാണ്. ഞാൻ കഴിവുള്ളവനാണ്, ധീരനാണ്, വില്ലാളി വീരനാണ് എന്ന് പറഞ്ഞു നടക്കാൻ ആർക്കും കഴിയും. പക്ഷെ അവസരോചിതമായി അത് ചെയ്യാൻ കഴിയുന്നതിലാണ് ഒരുവൻ്റെ കരുത്ത്. പ്രവൃത്തിയിൽ അത് തെളിയിക്കണം, വെറുതെ പറഞ്ഞതുകൊണ്ടായില്ല. ഒരു ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ തൻ്റെ മരണത്തെക്കുറിച്ച് ഒരു നിമിഷം പോലും ചിന്തിക്കാത്തവനാണ്. അവനെയാണ് ക്ഷത്രിയൻ എന്ന് പറയുന്നത്. അതാണ് ക്ഷാത്രിയ വീര്യം എന്ന് പറയുന്നത്. ഒരു അവസരത്തിൽ വേണം നമ്മളത് തെളിയിക്കാൻ. ഇവിടെ അർജുനന് അങ്ങനെ തൻ്റെ കഴിവ് തെളിയിക്കുവാനുള്ള ഒരു അവസരം വന്നു ചേർന്നിരിക്കുകയാണ്. ഒരു അധ്യാപകൻ തൻ്റെ അധ്യാപനം കൃത്യമായി ഭംഗിയായി നിർവഹിക്കുമ്പോഴാണ് അയാൾ ഒരു യഥാർത്ഥ അധ്യാപകനാകുന്നത്. ഒരു കൃഷിപ്പണിക്കാരൻ തൻ്റെ കർത്തവ്യങ്ങൾ കൃത്യമായി ചെയ്യുമ്പോഴാണ് അയാൾ ഒരു യഥാർത്ഥ കൃഷിക്കാരനാകുന്നത്. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ കർത്തവ്യങ്ങൾ ഭംഗിയായി ചെയ്യണം എന്നതാണ് കൃഷ്ണൻ ഇവിടെ പറയുന്നതിൻ്റെ പൊരുൾ. സ്വധർമ്മം എല്ലാവരും പ്രവർത്തിക്കണം, എങ്കിലേ സമൂഹത്തിൻ്റെ താളലയം നിലനിൽക്കുകയുള്ളൂ. ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ കൃത്യമായും ആരുടെയും മുഖം നോക്കാതെ നീതി നടപ്പിലാക്കേണ്ടവനാണ്. എന്നാൽ അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ പക്ഷപാതപരമായി പെരുമാറുകയാണെങ്കിൽ, ഏഷണിക്കും ഭീഷണിക്കും കീഴ്പ്പെടുകയാണെങ്കിൽ അയാളൊരു യഥാർത്ഥ ഉദ്യോഗസ്ഥനല്ല. അയാൾ തൻ്റെ കഴിവുകൾ എന്തിനോ വേണ്ടി അല്ലെങ്കിൽ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഇവിടെ കൃഷ്ണൻ പറയുന്നത്. ഓരോരുത്തരും തൻ്റെ കർത്തവ്യം 100% ഭംഗിയായി ചെയ്യുമ്പോൾ അവിടെയാണ് കർമ്മത്തിന് സംതൃപ്തി ലഭിക്കുന്നത്. അല്ലാതെ ഏഷണിക്കും ഭീഷണിക്കും വഴങ്ങി അധർമ്മം പ്രവർത്തിക്കുമ്പോൾ അതൊന്നും ശരിയായ കർമ്മമാവില്ല എന്നത് സന്ദേശം കൂടി ഇതിലുണ്ട്. ഇവിടെ അർജുനൻ ഒരു യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. ഒരു യോദ്ധാവോടാണ് കൃഷ്ണൻ ഇങ്ങനെ പറയുന്നത്. ചിലപ്പോൾ ആളുകൾ ചിന്തിച്ചേക്കാം കൃഷ്ണൻ ഇങ്ങനെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയല്ലേ എന്ന്. അങ്ങനെ കരുതേണ്ട കാര്യമില്ല. ഇത് ഒരു യോദ്ധാവിനോട് യുദ്ധക്കളത്തിൽ പറയുമ്പോൾ അതിൻ്റെ ധർമ്മത്തെക്കുറിച്ചാണ് പറയേണ്ടത്. ഒരു അധ്യാപകനോട് പറയുമ്പോൾ ആ അധ്യാപനത്തെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളുമാണ് ഇവിടെ വിവരിക്കേണ്ടത്. ധർമ്മം ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം സംസാരിക്കാൻ. അതുകൊണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എവിടെ എപ്പോഴെങ്ങനെ സംസാരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇല്ലെങ്കിൽ നമ്മൾ തെറ്റായി ചിന്തിക്കാൻ ഇടയാകും. അങ്ങനെ വരാൻ പാടില്ല. ഒരു യോദ്ധാവോട് യുദ്ധക്കളത്തിലാണ് കൃഷ്ണൻ ഇത് പറയുന്നത്. നിനക്ക് യാദൃച്ഛ്യാ തുറക്കപ്പെട്ട ഒരു സ്വർഗ കപാടം പോലെയാണ് ഈ യുദ്ധം. എന്തെന്നാൽ അർജുനൻ അങ്ങോട്ട് പോയിട്ട് ഇരുന്ന് വാങ്ങിയതല്ല യുദ്ധം, ഒഴിവാക്കാൻ ശ്രമിച്ചു. ഒരു ക്ഷത്രിയനെ യുദ്ധം ചെയ്യുക മാത്രമല്ല അവൻ്റെ ധർമ്മം, യുദ്ധം ഒഴിവാക്കാൻ ശ്രമിക്കുന്നതും ക്ഷത്രിയൻ്റെ ധർമ്മം തന്നെയാണ്. അങ്ങനെ യുദ്ധം ഒഴിവാക്കാനും പരമാവധി ശ്രമിച്ചു, എന്നിട്ടും ഒഴിവായില്ല. അങ്ങനെ വന്നു ചേർന്ന യുദ്ധമായത് കൊണ്ടാണ് ഈ യുദ്ധം യാദൃച്ഛ്യാ തുറക്കപ്പെട്ട ഒരു സ്വർഗ കവാടം പോലെയാണ് എന്ന് കൃഷ്ണൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് വേണ്ട രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ തെറ്റിദ്ധരിക്കാൻ ഇടയാകും. പലരും തെറ്റായി വ്യാഖ്യാനിച്ചിട്ടുമുണ്ട്.